മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജനുവരി 14 ബുധൻ. അമേരിക്കൻ പാവയായ മുഹമ്മദ് റിസാ ഷാ പഹ്ലവിക്കെതിരെ ജനകീയ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ച ആയത്തുള്ള ഖുമൈനിയിൽ നിന്ന് ഇറാനെ തിരിച്ചുപിടിക്കാനുള്ള US ഗൂഢതന്ത്രങ്ങളെയും രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭത്തെയും വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. സംഘർഷഭരിതമായ ഇറാൻ. പോയ വർഷം ഡിസംബർ അവസാനത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിൽ അഭൂതപൂർവമായ വിലക്കയറ്റത്തിനും അവശ്യസാധന ക്ഷാമത്തിനുമെതിരെ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ഇതെഴുതുമ്പോഴും വൻ ജീവനഷ്ടത്തിനും കലാപത്തിനും വഴിവെച്ചുകൊണ്ട് തുടരുകയാണ്. ജീവഹാനിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ അഭാവത്തിൽ ലഭ്യമല്ലെങ്കിലും 109 സുരക്ഷാ ഉദ്യോഗസ്ഥരും 544 സിവിലിയന്മാരും ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവന്ന ഒരു കണക്ക്. ഇറാനി റിയാലിൻ്റെ വൻ തകർച്ചയാണ് ജനജീവിതത്തെ അത്യന്തം ദുരിതമയമാക്കിയതെന്ന് വാർത്തകളിൽ കാണുന്നു. 2025 തുടക്കത്തിൽ ഒരു $1 7 ലക്ഷവും വർഷം പകുതിയായപ്പോൾ 9 ലക്ഷവുമായി റിയാലിൻ്റെ വിലയിടിഞ്ഞത് തിങ്കളാഴ്ചയോടെ 14 ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ അവശ്യസാധന വില വാനോളം ഉയർന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. മുൻവർഷത്തേക്കാൾ ഭക്ഷ്യസാധന വില 72% കുതിച്ചുയർന്നുവെങ്കിൽ ജനസാമാന്യം തെരുവിലിറങ്ങിയത് സ്വാഭാവികം. ആണവ സമ്പുഷ്ടീകരണം ആരോപിച്ച് UN രക്ഷാസമിതി ഇറാനെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം 2025 സെപ്റ്റംബറിൽ തുടരാൻ തീരുമാനിച്ചതും 2025 ജൂണിൽ ഇസ്രായേലുമായി നടത്തിയ 12 ദിവസത്തെ യുദ്ധവും രാജ്യത്തിൻ്റെ സാമ്പത്തിക തകർച്ചയ്ക്കുള്ള മുഖ്യ കാരണങ്ങളാണ്. ആണവ നിലയങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം നിഷ്ഫലമാക്കുന്നതിൽ ഇറാൻ വിജയിച്ചുവെങ്കിലും കനത്ത നാശനഷ്ടങ്ങൾ തന്മൂലം നേരിടേണ്ടി വന്നതും സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് ആഴം കൂട്ടി. പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്ന നയം തുടർന്നാൽ സൈനികമായി ഇടപെടുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിയോട് യുദ്ധത്തിനും ചർച്ചയ്ക്കും ഒരുപോലെ തങ്ങൾ തയ്യാറാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ഷി പ്രതികരിച്ചിരിക്കുന്നത്. ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഒരൊത്തുതീർപ്പിനുള്ള സാധ്യത തുറന്നതായുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നു. ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നറിയിച്ചതായി ട്രംപും പറയുന്നു. ട്രംപിൻ്റെ വാക്കുകൾ എത്രത്തോളം വിശ്വാസ്യമാണെന്ന് ആർക്കും ഉറപ്പിക്കാനാവാത്ത സാഹചര്യത്തിൽ സ്വതേ അസ്വസ്ഥഭരിതമായ പശ്ചിമേഷ്യൻ അന്തരീക്ഷം പൂർവാധികം വിനാശകരമായ ഒരു യുദ്ധത്തിൽ കലാശിക്കുമോ എന്ന് ലോകം ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പോഴത്തെ പ്രക്ഷോഭം ഇറാനിൽ സൈനികമായി ഇടപെടാനുള്ള അമേരിക്കയുടെ കുൽസിത ശ്രമമാണെന്ന് ഇറാൻ ആരോപിക്കുന്നതിൽ ശരിയില്ലെന്ന് വിശ്വസിക്കാൻ ഗതകാല സംഭവങ്ങൾ സഹായിക്കുന്നില്ല. ജന്മദേശത്തിൻ്റെ സ്വതന്ത്രമായ അസ്തിത്വത്തിനു വേണ്ടി ഗസയിൽ ഹമാസ് ആരംഭിച്ച പോരാട്ടത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഇസ്രായേൽ 2 വർഷത്തിലേറെക്കാലം വർഷിച്ചുവന്ന തീമഴ ആദ്യന്തം US പങ്കാളിത്തത്തോടെയായിരുന്നുവല്ലോ. ആ ഘട്ടത്തിൽ ഹമാസിനോടൊപ്പം നിന്ന ഒരേയൊരു രാജ്യം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനായിരുന്നുവെന്ന സത്യം ലോകം കണ്ടതാണ്. മറ്റുള്ളവരൊക്കെ സമാധാനത്തിനായി അധരസേവ നടത്തിയതല്ലാതെ പ്രയോഗത്തിൽ ഫലസ്തീനെയും ഗസയെയും സഹായിക്കാൻ ധൈര്യപ്പെട്ടില്ല. പ്രതികാരദാഹിയായ സയനിസ്റ്റ് രാഷ്ട്രം ട്രംപിൻ്റെ സഹകരണത്തോടെ ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ തെല്ലവീവിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട് ഇസ്രായേലിനെ ഞെട്ടിക്കാൻ ആ രാജ്യത്തിനു കഴിഞ്ഞു. അന്നുമുതൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിലെ നിലവിലെ സർക്കാരിനെ തൂത്തെറിഞ്ഞ് തങ്ങളുടെ പാവ സർക്കാരിനെ കുടിയിരുത്താൻ കരുനീക്കങ്ങൾ നടത്തിവരികയാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഇറാനിലെ ആഭ്യന്തര കലാപമെന്ന ആയത്തുള്ള ഖാംനെയിയുടെയും ഇറാൻ ഭരണകർത്താക്കളുടെയും ആരോപണം തള്ളിക്കളയാനാവില്ല. ഒപ്പം റഷ്യയുമായും ചൈനയുമായും സൗഹൃദം പുലർത്തുന്ന ഇറാൻ്റെ നയതന്ത്രവും യാങ്കി സയനിസ്റ്റ് കൂട്ടുകെട്ടിനെ അസ്വസ്ഥമാക്കുന്നു. 1979 അമേരിക്കൻ പാവയായ റിസാ ഷാ പഹ്ലവിയെ രാജ്യഭ്രഷ്ടനാക്കി ജനകീയ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ച ആയത്തുള്ള ഖുമൈനിയുടെ അനന്തരഗാമികളിൽ നിന്ന് ഇറാനെ തിരിച്ചുപിടിക്കാനുള്ള US ഗൂഢതന്ത്രങ്ങളും ഇപ്പോൾ മറനീക്കി പുറത്തു വന്നു കഴിഞ്ഞു. സ്ഥാനഭ്രഷ്ടനായ ഷായുടെ പുത്രൻ റിസാ പഹ്ലവി പുതിയ അവതാരമായി രംഗപ്രവേശം ചെയ്യുന്നതും തെരുവ് പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതും അതിൻ്റെ വ്യക്തമായ തെളിവാണ്. എന്നാൽ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ആത്മീയ നേതാവ് ഖാംനെയിയുടെ നേതൃത്വത്തിൽ ഇറാനിലെ ജനകീയ സർക്കാരിൻ്റെ സുദൃഢ നിലപാട്. ജനാധിപത്യപരവും സമാധാനപൂർണവുമായ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും തീർച്ചയായും പ്രസക്തിയും ന്യായീകരണവുമുണ്ട്. അതിലൂടെ ജനപിന്തുണ നഷ്ടപ്പെട്ട ഭരണകൂടങ്ങളെ താഴെ ഇറക്കുന്നതും കുറ്റകരമല്ല. എന്നാൽ അത്യന്തം കുൽസിതമായ നീക്കങ്ങളിലൂടെ ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതും അട്ടിമറി സംഘടിപ്പിക്കുന്നതും യുദ്ധഭീഷണി മുഴക്കുന്നതും ലോകം അംഗീകരിച്ച രാജ്യാന്തര ബന്ധങ്ങൾക്കും അന്താരാഷ്ട്ര പ്രമാണങ്ങൾക്കും ഘടകവിരുദ്ധമാണ്. ചരിത്രത്തിലുടനീളം ഇന്ത്യയുമായി സുഹൃത്ത് ബന്ധം പുലർത്തിവരുന്ന ഇറാനോടുള്ള കടപ്പാടും ഗുണകാംക്ഷയും നമ്മുടെ സർക്കാർ തുറന്നു പ്രകടിപ്പിക്കേണ്ട ഘട്ടമാണിതെന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. മാധ്യമം പോഡ്കാസ്റ്റ്.